ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈവനിങ് സ്നാക്സ്, ഈസി ആയിട്ടുള്ള സ്നാക്സാണ്. കപ്പലണ്ടി എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുക. ഇതിനുവേണ്ടി ഒരു 3 സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കപ്പലണ്ടി ഫ്രൈ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഒരു 3 സ്പൂൺ കടലമാവ് എടുത്തു. അതിലേക്ക് ഞാൻ ഒരു ഒന്നേകാൽ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മുടെ ആവശ്യമനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്ത് കായപ്പൊടിയാണ്, അല്പം കായപ്പൊടി. അങ്ങനെ അത് പിന്നെ ഈ നല്ലപോലെ അത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുവാണേ. നമ്മുടെ മാവ് നമ്മുടെ ആവശ്യത്തിന് കുഴയുന്ന മാതിരി, നമ്മുടെ ആവശ്യത്തിനാവുന്ന മാതിരി, അതിനൊരു പരുവത്തിനാവുന്നതിനും വരെ നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചത്. കുറച്ചുകൂടെ കട്ടിയായി തോന്നുന്ന ശകലം വെള്ളം ഒഴിച്ച് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കിയ ബാറ്റർ വന്നു. കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് നടുക്ക് വല്ലതും നോക്കിയിട്ട് അത് നമുക്കൊന്ന് കഴുകി വാരാം. വാരിയ കപ്പലണ്ടി നമുക്ക് ഈ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാമേ. മിക്സിലോട്ട് കൊടുത്ത് നമ്മൾ ഇളക്കി കൊടുക്കാം. നല്ലപോലെ മിക്സിലേക്കിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ല കപ്പലണ്ടി ആ മിക്സെല്ലാം കപ്പലണ്ടിയെ പിടിക്കുന്ന മാതിരി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മൊത്തം കപ്പലണ്ടി ഞാനങ്ങ് ചേർത്തു. വെള്ളമയം ഒട്ടും ഉണ്ടായിരിക്കാൻ പാടില്ല. വാരിയതിന് നനവ് കാണാൻ സാരമില്ല. നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലപോലെ എണ്ണ ചൂടാകുമ്പം അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില നല്ലപോലെ വറുത്ത് നല്ലപോലെ മൂക്കുമ്പോൾ ഈ കോരിയെടുക്കാം. കരിവേപ്പില മൂത്തിട്ടുണ്ട്. അതിങ്ങി കോരിയെടുത്തിട്ട് പിന്നെ അടുത്ത് ചേർക്കാൻ പോകുന്നത്, ഞാനിവിടെ 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് തോലോടുകൂടി ഇടിച്ചെടുത്താണ്. അത് എണ്ണയ്ക്കകത്തിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളിക്ക് നല്ല മണമുണ്ടല്ലോ. അത് ഏകദേശം മൂത്ത് വരുന്നുണ്ട്. അത് നമുക്കിനി കോരിയെടുക്കാം. ഇച്ചിരി കഴിഞ്ഞു കോരിയെടുത്തേക്കാം. ഇനി എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് കപ്പലണ്ടി കുഴച്ചിട്ട് കൊടുക്കാം. ഞാൻ ചെറിയൊരു ചീനിച്ചട്ടിയാണ് എടുത്തത്. നമ്മൾ കുറച്ച് കപ്പലണ്ടി എടുത്തുള്ളത് അതുകൊണ്ട് 2-3 പ്രാവശ്യമായിട്ട് വറുത്ത് കോരിയെടുത്ത് ഞാൻ നല്ലപോലെ എണ്ണയ്ക്കകത്ത് വറക്കുമ്പോൾ നല്ല ക്രിപ്സിയായിട്ട് വരുന്നതിന് വരെ ഒന്ന് കുതിർന്ന് പോകരുത്, വെന്ത് പോകരുത്. ക്രിപ്സിയായിട്ട് മൂത്ത് വരണം. നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റും, കിരിയില്ല എന്നുള്ള ശബ്ദം. അല്ലെങ്കിൽ നിലത്ത് വായി വെച്ച് കടിച്ച് നോക്കിയാൽ നല്ല മുറുമുറാന്നുള്ള സമയമാകുമ്പം അപ്പോഴത്തേക്ക് അത് മൂത്തിട്ടുണ്ടാവും. നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് 4 മണിക്കത്തേക്ക് ഒരു സ്നാക്സ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി റെഡിയാക്കാൻ പറ്റും. വിത്ത് ചായയോ കോഫിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടി കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഒന്ന് കൊടുക്കാൻ വേണ്ടി പെട്ടെന്നുണ്ടാക്കിയ സ്നാക്സാണ്. കപ്പലണ്ടി പ്രോട്ടീനാണല്ലോ. അവർക്കങ്ങനെ എരിയൊക്കെ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം, അല്ലാതെ കപ്പലണ്ടി അവർ കഴിക്കത്തില്ല. പ്രിയ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം.